ചിറ്റാരിപ്പറമ്പ് മലയാളം ഓപ്പൺ ലൈബ്രറിയുടെയും ജയൻ ഫാൻസ് അസോസിയേഷന്റെയും നേതൃത്വത്തിൽ ജയൻ അനുസ്മരണവും സിനിമാ പ്രദർശനവും സംഘടിപ്പിച്ചു. സജിത് കുമാർ പേരാമ്പ്ര ഉദ്ഘാടനം ചെയ്തു. മറ്റ് പല മാധ്യമങ്ങളിലൂടെ നേരിട്ട് ജയന്റെ കാലഘട്ടത്തിൽ ജീവിക്കാത്തവർക്കും ജയൻ എന്ന് പറയുന്നത് പലതരത്തിലുള്ള ഒരു പാഠപുസ്തകമാണ്. മലയാള സിനിമയുടെ ചരിത്രത്തെ നമുക്ക് പല വിധത്തിൽ വേർതിരിക്കേണ്ടതുണ്ട്. ലോക സിനിമയുടെ തന്നെ ഏറ്റവും നല്ല എന്താണോ സിനിമ എന്ന് പറയുന്ന മാധ്യമം ലോകത്തിന് നൽകിയ സ്വാതന്ത്ര്യം, അത് കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയ ഒരു ഭാഷയാണ് മലയാളം. ഇന്ത്യൻ സിനിമയിലെ ക്ലാസിക്കൽ സിനിമകൾ ഉൾപ്പെടെയുണ്ടായ മലയാളം ഇന്നും അത് ആ നിലയിൽ തന്നെയാണ്. നിങ്ങൾ ഈ വർഷത്തെ IFFI പല വിധത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് ബഹിഷ്കരണങ്ങൾ അതിന്റെ പേരിൽ നടത്തേണ്ടി വന്നിട്ടുണ്ട്. ഇന്ത്യ ഫാഷിസത്തിനെ അഡ്രസ് ചെയ്യുന്ന ഒന്നായിട്ട് ഇന്ത്യയുടെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം മാറുന്ന ഘട്ടത്തിലാണ് അത്തരം ഫെസ്റ്റിവലുകളൊക്കെ തന്നെ വിവാദത്തിലേക്ക് വരുന്നത്. പക്ഷെ അതല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ വർഷത്തെ ഇന്ത്യ പനോരമയിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ട സിനിമകളുടെ എണ്ണം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ KV ധർമ്മരാജൻ അധ്യക്ഷത വഹിച്ചു. സംവിധാനം ചെയ്ത ശ്രീകുമാരൻ തമ്പിയാണ്. ശ്രീകുമാരൻ തമ്പിയോട് നസീർ സാർ തന്നെയാണ് പറയുന്നത്, ആ ജയന് ഇൻസ്പെക്ടർ വേഷം കൊടുത്തിട്ട് എനിക്ക് മറ്റൊരു വേഷം തരണം. ആ രീതിയിലാണ് പടം നിർമ്മിക്കുകയും ആ പടം വിജയിക്കുകയും ചെയ്തത്. ഡോക്ടർ കുമാരൻ വൈലേരി, ജയരാജ് മുടപ്പത്തൂർ, വിനോദ് തൊടിക്കളം എന്നിവർ സംസാരിച്ചു. തുടർന്ന് ജയൻ അഭിനയിച്ച നായാട്ട് എന്ന സിനിമ പ്രദർശിപ്പിച്ചു. സമഗ്ര ന്യൂസ്, കൂത്തുപറമ്പ.